ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യയുടെ സൈനിക ശക്തിയും നാരീശക്തിയും പ്രകടമാക്കി റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പരേഡിന് സാക്ഷികളായി. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തിയതോടെ തുടക്കമായി. ജില്ലകളിലെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച് മന്ത്രിമാർ. 2024 പത്മ പുരസ്കാര പ്രഭയിൽ കേരളം. 8 മലയാളികൾക്ക് പത്മ പുരസ്കാരം. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകി. സായുധ സേനാ വിഭാഗങ്ങളും അർദ്ധ സൈനിക വിഭാഗങ്ങളും പങ്കെടുത്ത പ്രൌഢഗംഭീരമായ പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പരേഡ് വീക്ഷിക്കുന്നതിനായി കർത്തവ്യപഥിൽ സന്നിഹിതരായിരുന്നു. രാജ്യത്തിന്റെ ആത്മനിർഭർ സൈനിക ശക്തിയും വളർന്നുവരുന്ന നാരീശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥ് സാക്ഷിയായി. കര, വ്യോമ, നാവികസേനാ വിഭാഗങ്ങളിലെ വനിതകളുടെ മാർച്ച് പാസ്റ്റിന് മിലിറ്ററി പോലീസിലെ ക്യാപ്റ്റൻ സന്ധ്യ നേതൃത്വം നൽകി. വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അഭ്യാസ പ്രകടനമായിരുന്നു പരേഡിലെ മറ്റൊരു ആകർഷണം. ഇത്തവണ ആദ്യമായി വികസിത ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കി 100 വനിതകൾ അതത് സംസ്ഥാനങ്ങളിലെ വേഷം ധരിച്ച് പരമ്പരാഗത വാദ്യങ്ങൾ വായിച്ചു. 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരികൾ നാടോടി ശാസ്ത്രീയ നൃത്തവും അവതരിപ്പിച്ചു. കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുകയും വീരമൃത്യുവരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ യുദ്ധസ്മാരകത്തിൽ സ്വീകരിച്ചു. കര, വ്യോമ, നാവിക സേനാ മേധാവികൾ സന്നിഹിതരായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, കേരള ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവരും ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. 75ാം റിപ്പബ്ലിക് ദിനം സംസ്ഥാനത്തും വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. സായുധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, എക്സൈസ്, അഗ്നിശമന സേന, അശ്വാരൂഢ സേന, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, എൻസിസി, സ്കൌട്ട് ആന്റ് ഗൈഡ്സ് തുടങ്ങിയവർ അണിനിരന്ന റിപ്പബ്ലിക് ദിന പരേഡും നടന്നു. കൊല്ലം ആശ്രാമം മൈതാനത്ത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ മന്ത്രി പി. പ്രസാദ് പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി. കോട്ടയം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. മന്ത്രി വി. എൻ. വാസവൻ സല്യൂട്ട് സ്വീകരിച്ചു. എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മന്ത്രി കെ. രാജൻ ദേശീയ പതാക ഉയർത്തി. ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി തുടക്കമിട്ടു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി കെ. രാധാകൃഷ്ണൻ സല്യൂട്ട് സ്വീകരിച്ചു. പാലക്കാട് കോട്ട മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ. കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ മന്ത്രി പി. എ. മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം എം.എസ്.പി. ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മന്ത്രി ജി. ആർ. അനിൽ അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വയനാട് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മന്ത്രി എ. കെ. ശശീന്ദ്രനും ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ മന്ത്രി ആർ. ബിന്ദു അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ലക്ഷദ്വീപിലും വിപുലമായി നടന്നു. കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2024 പത്മ പുരസ്കാര പ്രഭയിൽ കേരളം. മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ ഒ. രാജഗോപാൽ, സുപ്രീംകോടതി മുൻ ജഡ്ജി എം. ഫാത്തിമ ബീവി എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കൂടാതെ 6 മലയാളികൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൌരി ലക്ഷ്മിഭായ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ. പി. നാരായണൻ, കാസർഗോഡുകാരനായ പരമ്പരാഗത നെൽകർഷകൻ സത്യനാരായണ ബെലരി, സാഹിത്യകാരനായ മുനിനാരായണ പ്രസാദ്, സാഹിത്യകാരൻ പി. ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29-ന് നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇക്കുറി 2,26,00,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഹൈദരാബാദിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റിന് 222 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി യശസ്വി ജയ്സ്വാളും കെഎൽ രാഹുലും അർദ്ധ സെഞ്ചുറി നേടി. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് 246 റൺസിന് അവസാനിച്ചിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് സെമിയിൽ ലോക 1ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ നൊവാക് ജോക്കോവിച്ചിനെ ഇറ്റാലിയൻ താരം ജെനിക് സിന്നർ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നു. 1-നെതിരെ 3 സെറ്റുകൾക്കാണ് സിന്നർ ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. ഡാനിയൽ മെഡ്വദേവും അലക്സാണ്ടർ സ്വരേവും തമ്മിലുള്ള സെമി മത്സരം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആരംഭിക്കും. വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക 2ാം നമ്പർ താരം അരീന സബലങ്കയും ചൈനീസ് താരം ഷെങ് ക്യുൻ വെന്നും തമ്മിലുള്ള പോരാട്ടം നാളെ നടക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ആശുപത്രിയിലെ ലേബർ റൂം കോംപ്ലക്സ്, മെഡിക്കൽ ഐസിയു, ഒപി കൌണ്ടർ ആന്റ് വെയിറ്റിംഗ് ഏരിയ, സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എക്സ്റ്റൻഷൻ, അനുഗാമി ടു ഹീൽ ടുഗദർ, കുട്ടികളുടെ പാർക്ക് ആയ പൂമ്പാറ്റ, ബേൺസ് യൂണിറ്റ് തുടങ്ങിയവയാണ് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. വനിതാ ശിശുവികസന വകുപ്പ് വിവിധ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികൾക്കായി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ചിൽഡ്രൻസ് ഫെസ്റ്റ് വർണ്ണച്ചിറകുകൾ ഇന്ന് വൈകിട്ട് കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സയൻസസിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 16 സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികൾക്ക് പുറമെ എറണാകുളത്തെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഹോമുകളിലെ കുട്ടികൾ ഉൾപ്പെടെ 1000-ഓളം പേർ ചിൽഡ്രൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി ഇടുക്കി. കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് 36 ലക്ഷത്തിൽ പരം സഞ്ചാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇക്കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തിയത് 36 ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ്. 2023 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകളാണിത്. ജില്ലയിലെ ഡിടിപിസിയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം 28,79,571 പേർ സന്ദർശനം നടത്തി. വനംവകുപ്പിന്റെ മൂന്നാർ രാജമല പാർക്കിൽ 6.22 ലക്ഷം സഞ്ചാരികളും ചെറുതോണി ഡാമിൽ 1.20 ലക്ഷം സഞ്ചാരികളും എത്തി. ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തിയ വാഗമൺ മൊട്ടക്കുന്നിൽ 8,82,747 പേർ സന്ദർശനം നടത്തി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ 6,42,975 പേരാണ് എത്തിയത്. ഇതിനു പുറമെ മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, അരുവിക്കുഴി, തേക്കടി, ശ്രീനാരായണപുരം, പാഞ്ചാലിമേട്, ഇടുക്കി ഹിൽവി പാർക്ക്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ജില്ലയിലെ വനംവകുപ്പിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും നിരവധി ആളുകൾ സന്ദർശനം നടത്തി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. വൈകിട്ട് താളിപ്പടുപ്പ് മൈതാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ യാത്ര ഉദ്ഘാടനം ചെയ്യും. വിവിധ ഘട്ടങ്ങളിലായാണ് യാത്ര. കണ്ണൂരിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കെഎസ്ഇബി ഏകപക്ഷീയമായ 1 ഗോളിന് പരപ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സാറ്റ് തിരൂർ 3-നെതിരെ 4 ഗോളുകൾക്ക് എഫ്സി കേരളയെ പരാജയപ്പെടുത്തി. ഇന്ന് ലൂക്ക സോക്കർ ക്ലബ്ബ് കേരള യുണൈറ്റഡ് എഫ്സിയെ നേരിടും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ മികച്ച ഏകദിന കളിക്കാരനുള്ള പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. 2023 ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ നടത്തിയ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കോഹ്ലിയെ ഈ നേട്ടത്തിൽ എത്തിച്ചത്. ഇത് 4ാം തവണയാണ് കോഹ്ലി ഐസിസി ഏകദിന പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യയുടെ സൈനിക ശക്തിയും നാരീശക്തിയും പ്രകടമാക്കി റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പരേഡിന് സാക്ഷികളായി. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തിയതോടെ തുടക്കമായി. ജില്ലകളിലെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച് മന്ത്രിമാർ. 2024 പത്മപുരസ്കാര പ്രഭയിൽ കേരളം. 8 മലയാളികൾക്ക് പത്മപുരസ്കാരം. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50-ന്.